പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടാഴ്ചയായിട്ട് ഈരാറ്റുപേട്ട എല്ലാം 6 ക്ലീനിങ് ആണ് മൊത്തം. ഉള്ള വേസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഓരോ കെട്ടിടത്തിൻ്റെ മുകളിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളപ്പൊക്കം വരുമ്പം എടുത്ത് വലിച്ചെറിയുന്ന ഒരു രംഗമാണ് ഈരാറ്റുപേട്ടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ, പുതിയ ചെയർമാൻ വന്നപ്പം നല്ലൊരു രീതിയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഉള്ളപ്പറമ്പിൽ അസീബ് ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു ഒരു പദ്ധതിയാണ് ഇപ്പം മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഏതാണ്ട് പുത്തമ്പള്ളി മുതൽ താഴത്തെ പാലം വരെയാണ് നമ്മൾ ക്ലീനിങ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. 2 സൈഡും ക്ലീൻ ചെയ്ത് പോവാണ്. ഇപ്പം ഇവിടെ ഈ ആഴ്ച കഴിഞ്ഞിട്ട് ഇനി ഈരാറ്റുപേട്ട നടക്കൽ എവിടെയൊക്കെ ഭായിമാർ താമസിക്കുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ ക്ലീൻ റെഡിയാക്കാൻ വേണ്ടിയുള്ള വരുവാണ്. എല്ലാ കെട്ടിടവും നമ്മൾ പരിശോധിക്കാൻ വരും. ഇന്ന് രാത്രി മുതൽ രാത്രി ഒരു 8 മണി മുതൽ 10 മണി വരെയും നമ്മൾ എല്ലാ ദിവസവും പെട്രോളിങ്ങിൻ്റെ രീതി കാണും. നമ്മുടെ ആൾക്കാരാണെങ്കിലും അതിനെല്ലാവരും സഹകരിക്കണം. നാട്ടുകാർ ഫുള്ള് സഹകരിച്ചാൽ മാത്രമേ ഉള്ളൂ മുമ്പോട്ട് പോവുള്ളൂ. മഞ്ഞപ്പിത്തം പോലത്തെ, എലിപ്പനി പോലത്തെ മാരകമായ അസുഖങ്ങളാണ് നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈ വേസ്റ്റ് നമ്മൾ ഒന്നാഴ്ച മാറ്റിയിട്ടേ അത് കാര്യമുള്ളൂ. അതുകൊണ്ട് ടീം എമർജൻസിയുടെ എല്ലാവരും പ്രവർത്തകരും 70ഓളം വാളണ്ടിയർമാരും ഇന്ന് പല മേഖലകളിലായിട്ട് ഇത് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം നാട്ടുകാരോട് പറയാനുള്ളത്, നമ്മൾ ഒന്നിച്ച് നിൽക്കണം. എല്ലാവരും റെസ്ക്യൂ പ്രവർത്തകർ മാത്രമല്ല വേണ്ടത്, നമ്മൾ ഒന്നിച്ച് നമ്മുടെ നാടിന് വേണ്ടി കൈകോർക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ടീം എമർജൻസിയുടെ എല്ലാവിധ പിന്തുണയും ഈ മുനിസിപ്പാലിറ്റി കാണുമെന്ന് പറഞ്ഞുകൊണ്ട്